പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് മാർച്ച് 15-ന് പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പ്രധാന സേവകൻ വീണ്ടും കേരളത്തിലേക്ക്, വിശദാംശങ്ങൾ. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന മാർച്ച് 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. മാർച്ച് 15-ന് പാലക്കാട് അദ്ദേഹം റോഡ് ഷോ നയിക്കും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് അദ്ദേഹം റോഡ് ഷോ നയിക്കും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. വൈകിട്ട്, അതായത് മാർച്ച് 15-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പാലക്കാട് നടക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും പ്രധാനമന്ത്രി ഓരോ തവണ കേരളത്തിലേക്ക് വരുമ്പോഴും അത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് BJP പ്രവർത്തകരും മറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പ്രധാന സേവനെ ഒരു നേർക്ക് കാണുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് ജനങ്ങൾക്കൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിന്റെ ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോഴും, അദ്ദേഹം ഓരോ റോഡ് ഷോയിലും പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമ്പോഴും വലിയ രീതിയിലുള്ള തിരക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതിനു മുൻപ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയിരുന്നത് തിരുവനന്തപുരത്തെ പരിപാടിക്ക് ആയിരുന്നു. തിരുവനന്തപുരത്തെ പരിപാടി കൂടാതെ തന്നെ അതിനു മുൻപ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തൃപ്രയാറിലും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അദ്ദേഹം ദർശനം നടത്തുന്ന ഒരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നു. അതിനു മുൻപ് തൃശ്ശൂരിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്ന വനിതകളുടെ പരിപാടിക്ക്, സ്ത്രീ ശക്തി സംഗമം എന്ന പരിപാടിക്കും പ്രധാനമന്ത്രി എത്തുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ കൊച്ചിയിലേക്കും പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ റോഡ് ഷോ നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യുവം പരിപാടിക്കായി കൊച്ചിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രധാനമന്ത്രി നിരവധി തവണ ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോഴും അത് വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് കേരള ജനത കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ BJPയുടെയും NDAയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ഊർജം പകരും എന്നുള്ളതിൽ സംശയം ഇല്ല. പ്രത്യേകിച്ച് പാലക്കാട്ടേക്ക് എത്തുന്നു. പാലക്കാട്ടെ അദ്ദേഹം റോഡ് ഷോ നയിക്കുന്നു എന്നുള്ളത് പാലക്കാട് BJP കേരളത്തിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ BJP നേടിയിട്ടുള്ള NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ നേടിയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. ഒപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരത്തിൽ ഷാഫി പറമ്പിലിനെ തലനാരിഴക്കാണ് BJP സ്ഥാനാർത്ഥി E ശ്രീധരനോട് മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ മലമ്പുഴ മണ്ഡലത്തിലും 50,000-ലേറെ വോട്ടുകൾ BJP നേടുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ഒപ്പം തന്നെ മലമ്പുഴ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഷൊർണൂരും ഉൾപ്പെടെയുള്ള നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പ്രധാന പ്രതിപക്ഷമാണ് BJP. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അധികം, ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സാധ്യതകൾ ഉള്ള മണ്ഡലങ്ങളിൽ, A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ആ A ക്ലാസ് മണ്ഡലത്തിലേക്ക് ഒരു പൊതുപരിപാടിയിലേക്ക് റോഡ് ഷോ നയിക്കാനായിട്ട് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് തീർച്ചയായും NDAയുടെയും BJPയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വലിയ ഊർജം പകരും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും പ്രധാന സേവകൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ NDAയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യം കൃത്യമായ വിവരങ്ങൾ പുറത്താവും. അപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഈ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു, പാലക്കാടിന് വേണ്ടി എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ വരെ കഴിയും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ റോഡ് ഷോ നയിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് പോലും ഈ ഭാരതരി, പ്രധാനമന്ത്രിയുടെ ഭാരതരിയൊക്കെ വിതരണം ചെയ്യുമ്പോൾ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ട മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണകളിലൊക്കെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ മോദി എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ആവേശം, ഒരു ജനസ്വീകാര്യത തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഈ പാലക്കാടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ വരവാണ്. വളരെയേറെ ആവേശത്തിൽ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുണ്ടാകുമ്പോൾ.
തീർച്ചയായും പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് A-ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. പലപ്പോഴും BJPക്ക് വിനയാവാറുള്ളത് ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് പലപ്പോഴും CPM-ന്റെ വോട്ടുകൾ ഉൾപ്പെടെ കോൺഗ്രസിനെ വോട്ട് മറിച്ചുകൊണ്ടാണ്. അങ്ങനെ വോട്ട് കച്ചവടം നടത്തി മാത്രമാണ് പലപ്പോഴും പാലക്കാടൊക്കെ BJPയെ തോൽപ്പിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എത്ര വോട്ട് മറിച്ചാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് എന്നുള്ളത് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് പൊതുവിലെ BJP ക്യാമ്പുകളിൽ നിന്നും ഉയരുന്ന ആത്മവിശ്വാസം. അതിനുള്ള കാരണവും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ രാജ്യത്തെമ്പാടും BJP നടപ്പാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ആ വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് തേടുമ്പോൾ അത് തീർച്ചയായും BJPക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയും. ഒപ്പം തന്നെ കേരളത്തിൽ നിരവധി സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുണ്ട്. അതിന് പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്നുള്ളത് ഈ പ്രധാനമന്ത്രി നമുക്കറിയാം. പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലേക്കും വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അതിപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിലാണെങ്കിലും അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ പ്രധാനമന്ത്രി ആ ഭാഗത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകി എത്തുന്ന ഒരു സ്ഥിതി ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലൊക്കെ പ്രധാനമന്ത്രി രാജ്യത്ത് എവിടെ റോഡ് ഷോ നയിക്കുകയാണെങ്കിലും ആ റോഡ് ഷോയിലേക്ക് അദ്ദേഹത്തെ നേരിൽ ഏറ്റവും അടുത്തൊന്ന് കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥിതി ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. കേരളത്തിലും അതിന്റെ സ്ഥിതി മറിച്ചല്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയപ്പോഴാണെങ്കിലും അതിനുശേഷം സ്ത്രീശക്തി സംഗമ പരിപാടിയിൽ തൃശ്ശൂരിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി കൊച്ചിയിലെത്തി അദ്ദേഹം നടത്തിയ ഒരു റോഡ് ഷോ ആണെങ്കിലും അങ്ങനെ പ്രധാനമന്ത്രി ഓരോ വേളയിലും കൊച്ചിയിലേക്ക് എത്തുന്ന സമയത്തും തൃശ്ശൂരിലേക്ക് എത്തിയ സമയത്തും തിരുവനന്തപുരത്തേക്ക് എത്തിയ സമയത്തൊക്കെ അദ്ദേഹം അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള പൊതുപരിപാടിയിലാണെങ്കിലും റോഡ് ഷോകളിലാണെങ്കിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അത് കൂടുതൽ ഇരട്ടിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നാടെങ്ങും ആ ഒരു സ്ഥാനാർത്ഥി ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ആ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കൂടെ എത്തുന്നതോടുകൂടെ തന്നെ NDA ക്യാമ്പുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ കൊഴുക്കും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ BJP പ്രവർത്തകർക്കും NDAയിലുള്ള മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഒരു ഊർജം തന്നെയായിരിക്കും പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടെ തന്നെ. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ 5 മണിക്ക് മാർച്ച് 15-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടെയാണ് പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നഗരത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉൾപ്പെടെ ഉണ്ടാവുക. മറ്റ് ഏതൊക്കെ പ്രമുഖർ പങ്കെടുക്കും എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഈ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പൊതുപരിപാടികൾ അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റ് പരിപാടികൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അതും ഉടൻ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് മാർച്ച് 15-ന് പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ വരവാണ് കേരളത്തിലേക്ക്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.